ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UAE ജോബ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സിന് വേണ്ടിയുള്ളതാണ്. അതായത് നാട്ടിലിരുന്നുകൊണ്ട് UAE ജോബുകൾ സെർച്ച് ചെയ്യുന്നവരാണെങ്കിലും ശരി, അതുപോലെ തന്നെ UAE വന്ന് UAE ജോബുകൾ സെർച്ച് ചെയ്യുന്നവരാണെങ്കിലും ശരി, എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു വീഡിയോ ആണ് ഇത്. കാരണം നമ്മൾ നോർമലി UAE ജോബുകളൊക്കെ സെർച്ച് ചെയ്യുന്നത് ലിങ്ക്ഡിൻ, ഇൻഡീഡ്, നൗക്കറി ഗൾഫ് പോലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്താണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഇതിനേക്കാളും, അതായത് ജോബുകൾ പെട്ടെന്ന് കിട്ടാനായിട്ട് ചാൻസസ് ഉള്ള കുറച്ച് വെബ്സൈറ്റിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, നമ്മൾ ഒന്നാമതായിട്ട് പറയാൻ പോകുന്ന വെബ്സൈറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുബായ് കരിയേഴ്സ് എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. ജസ്റ്റ് ഗൂഗിൾ ഓപ്പൺ ആക്കി ദുബായ് കരിയേഴ്സ് എന്ന് സെർച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലിങ്ക് കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഈ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കുകയെന്നുണ്ടെങ്കിൽ ദുബായ് കരിയേഴ്സിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള പേജ് ഓപ്പൺ ആയി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിൻ്റെ അകത്ത് ഓൾ ജോബ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കുറേയധികം ജോബ് വേക്കൻസികൾ കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ ജോബ് ഏതാണോ അതനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ ഈ ജോബുകൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന സെർച്ച് ബട്ടൺ യൂസ് ചെയ്തും നിങ്ങൾക്ക് ജോബുകൾ സെർച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ പ്രിഫറബിൾ ആയിട്ടുള്ള ജോബ് ഏതാണോ ആ ജോബുകൾ ഈ സെർച്ച് ബട്ടൺ ഉപയോഗിച്ച് സെർച്ച് ചെയ്ത് ആ ജോബുകൾക്ക് വേണ്ടിയിട്ട് ഈ ആപ്ലിക്കേഷനിൽ ഇരുന്നുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാനായിട്ടും സാധിക്കും. ഗൈസ്, നമ്മൾ രണ്ടാമതായിട്ട് പറയാൻ പോകുന്ന വെബ്സൈറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൾഫ് ടാലൻറ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. ജസ്റ്റ് ഗൂഗിൾ ഓപ്പൺ ആക്കിയതിന് ശേഷം ഗൾഫ് ടാലൻറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ലിങ്ക് കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് ആ ലിങ്കിലൊന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ ഗൾഫ് ടാലൻറ്റിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ് ഓപ്പണായി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരുവാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേയധികം ലൊക്കേഷൻസ് കാണാനായിട്ട് സാധിക്കും. UAE, സൗദി അറേബ്യ, ഖത്തർ പോലുള്ള കുറേയധികം ലൊക്കേഷൻ നമുക്ക് കാണാം. UAE നമുക്ക് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കുറേയധികം ജോബ് വേക്കൻസികൾ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ജോബുകൾ എപ്പോഴാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് റീസെൻ്റ്ലി അപ്ലോഡ് ചെയ്തിരിക്കുന്ന ജോബ് വേക്കൻസികളാണ്. അതായത് ജൂലൈ 8-നും ജൂലൈ 9-നും അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ജോബ് വേക്കൻസികളാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിൽ ശ്രദ്ധിച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ വീഡിയോഗ്രാഫേഴ്സ്, അതുപോലെ തന്നെ വീഡിയോ എഡിറ്റേഴ്സ്, അങ്ങനെയുള്ള കുറേയധികം ജോബ് വേക്കൻസികളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങളുടെ പ്രിഫറബിൾ ആയിട്ടുള്ള ജോബ് ഏതാണോ ആ ജോബുകൾക്ക് വേണ്ടിയിട്ട് ഈ വെബ്സൈറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാനായിട്ടും സാധിക്കും. ഗൈസ്, നമ്മൾ മൂന്നാമതായിട്ട് കാണാൻ പോകുന്നത് ഫൗണ്ട് ഇറ്റ് ഗൾഫ് എന്ന് പറയുന്ന വെബ്സൈറ്റിനെ കുറിച്ചാണ്. ജസ്റ്റ് ഫൗണ്ട് ഇറ്റ് ഗൾഫ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലിങ്ക് കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൗണ്ട് ഇറ്റ് ഗൾഫിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള പേജ് ഓപ്പണായി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരുവാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേയധികം ടൈറ്റിൽസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതിലേതെങ്കിലും ഒരു ടൈറ്റിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ തന്നെ കുറേയധികം ജോബ് വേക്കൻസികൾ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മുകളിലായിട്ട് ഒരു സെർച്ച് ഓപ്ഷനും ഉണ്ട്. സെർച്ച് ഓപ്ഷൻ ഉപയോഗിച്ചും നിങ്ങൾക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള ജോബ് സെർച്ച് ചെയ്ത് കണ്ടെത്താനും ആ ജോബുകൾക്ക് വേണ്ടിയിട്ട് ഈ വെബ്സൈറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ടും സാധിക്കും. ഗൈസ്, നാലാമതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഡുബിസെൽ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിനെ കുറിച്ചാണ്. ജസ്റ്റ് ഗൂഗിൾ കയറി ഡുബിസെൽ എന്ന് സെർച്ച് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലിങ്ക് കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കുമ്പോൾ ഡുബിസെല്ലിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഒരു പേജ് ഓപ്പണായി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിൻ്റെ അകത്ത് ഡുബിസെൽ ദുബായ് എന്നുള്ളത് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത്. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കി ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരുവാന്നുണ്ടെങ്കിൽ ജോബ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും. അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പേജ് ഓപ്പണായി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിൻ്റെ അകത്ത് കുറേയധികം ജോബ് വേക്കൻസികൾ നിങ്ങൾക്ക് കാണാം. ഈ പേജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ജോബ് വേക്കൻസികൾ ഏറ്റവും ടോപ്പിലായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് 7 മിനിറ്റ് മുമ്പേ, 12 മിനിറ്റ് മുമ്പേ, 3 മണിക്കൂർ മുമ്പേ, 5 മണിക്കൂർ മുമ്പേ എല്ലാം പോസ്റ്റ് ചെയ്തിരിക്കുന്ന ജോബ് വേക്കൻസികൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വീഡിയോഗ്രാഫേഴ്സും അതുപോലെ തന്നെ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് പോലുള്ള ക്രിയേറ്റേഴ്സിന് വേണ്ടിയുള്ള ജോബ് വേക്കൻസികൾ വരെ നമുക്ക് ഈ പേജിൽ കാണാനായിട്ട് സാധിക്കും. ഈ പേജിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ജോബുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാനായിട്ടും സാധിക്കും. ഗൈസ്, നമ്മളിപ്പോൾ കണ്ട ഈ വെബ്സൈറ്റ്സ് എന്ന് പറയുന്നത് UAE നോർമലി ഉള്ള ജോബുകൾ സെർച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന വെബ്സൈറ്റുകളാണ്. പക്ഷേ UAE ഗവൺമെൻറ് ജോലികൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് UAE ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒഫീഷ്യലായിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതായത് ആ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് എമിറേറ്റ്സിലാണോ ഉള്ളത് ആ എമിറേറ്റ്സിലുള്ള ഗവൺമെൻറ് ജോബുകളുടെ വേക്കൻസി നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. ആ ഗവൺമെൻറ് ജോബുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ അതേതാണ് ആ വെബ്സൈറ്റിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട്. ഗൈസ്, അതിനായിട്ട് ആദ്യമേ ഗൂഗിൾ ഓപ്പൺ ആക്കുക. ഗൂഗിൾ ഓപ്പൺ ആക്കിയതിന് ശേഷം U.AE എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. U.AE എന്ന് സെർച്ച് ചെയ്യുമ്പോൾ UAE ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഒരു പേജ് ഓപ്പണായി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് അറബിയിലായിരിക്കും. മുകളിൽ തന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ പേജ് ഫുള്ള് ഇംഗ്ലീഷിലോട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് താഴെ വരുവാന്നുണ്ടെങ്കിൽ ജോബ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് വരും. ഇതിൻ്റെ അകത്ത് വർക്കിംഗ് ഇൻ
UAE ഗവൺമെൻറ് സെക്ടർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പേജ് ഓപ്പണായി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ പേജിൽ സെർച്ച് ഫോർ എ ജോബ് ഇൻ ഗവൺമെൻറ് സെക്ടർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫെഡറൽ ഗവൺമെൻറ് ജോബ്, അബുദാബി ഗവൺമെൻറ് ജോബ്, ദുബായ് കരിയേഴ്സ്, അജ്മാൻ ഗവൺമെൻറ് ജോബ്, ഫുജൈറ ഗവൺമെൻറ് ജോബ് പോലുള്ള ജോബ് വേക്കൻസികൾ നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിലേത് ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതായത് എമിറേറ്റ്സിലുള്ള ജോബ് വേക്കൻസികൾ നമുക്ക് കാണാം. നമുക്ക് ആദ്യമേ ഫെഡറൽ ഗവൺമെൻറ് ജോബ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ജോബ് വേക്കൻസി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതും എന്നാണ് ആ ജോബ് വേക്കൻസി അവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നതെന്നും നമുക്ക് ഈ വെബ്സൈറ്റിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ജോബ് വേക്കൻസികൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ജോബ് വേക്കൻസികൾക്ക് വേണ്ടിയിട്ട് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ ഗൈസ്, UAE ഗവൺമെൻറ് ജോബുകളും അതുപോലെ തന്നെ UAE പ്രൈവറ്റ് ജോബുകളും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഏത് വെബ്സൈറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ജോബുകൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ക്ലിയർ കട്ട് ഐഡിയ ലഭിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. UAE ജോബുകളൊക്കെ സെർച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വെബ്സൈറ്റുകളൊക്കെ ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റിയ ജോബുകളാണെന്നുണ്ടെങ്കിൽ ആ ജോബുകൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തും കൂടെ നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ജോബുകൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ലൊരു കവറിംഗ് ലെറ്ററും അതുപോലെ തന്നെ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു CV-യും മസ്റ്റായിട്ടും അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ശരി ഗൈസ്, ഞാൻ ഏതെങ്കിലും വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള പുതിയ UAE അപ്ഡേറ്റ്സും അതുപോലെ തന്നെ ജോബ് വേക്കൻസികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.